ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു. കുംഭരാശിയിൽ രാഹുവുമായിട്ട് സൂര്യന് യോഗവും സൂര്യഗ്രഹണവും വരുന്നു. അപ്പോൾ രാഹു സൂര്യ യോഗവും സൂര്യഗ്രഹണവും ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് മാറുന്നത്. കുംഭരാശി എന്ന് പറയുമ്പോൾ കാലപുരുഷന്റെ 11ാം ഭാവരാശിയാണ്. 11ലേക്ക് കാലപുരുഷന്റെ 11ലേക്കാണ് സൂര്യൻ രാശി മാറുന്നത്. കുംഭരാശിയിൽ ഇപ്പോൾ രാഹുവുണ്ട്, കുംഭരാശിയിൽ ബുധനുണ്ട്, കുംഭരാശിയിൽ ശുക്രനുണ്ട്. അതിൽ സൂര്യന് രാഹുവുമായിട്ടുള്ള യോഗം അത് വളരെ ശ്രദ്ധിക്കണം. കാരണം സൂര്യനും രാഹുവും ശത്രുഗ്രഹങ്ങളാണ്. സൂര്യഗ്രഹണത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. 17 സൂര്യഗ്രഹണം വരികയാണ്. അപ്പം സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും അത് മംഗളകരമായിട്ടുള്ള ഒരു യോഗമല്ല. അപ്പോൾ പൊതുവെ രണ്ടും ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ആ രണ്ട് ഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം എല്ലാ തലങ്ങളിലും ഒരു കരുതൽ, ഒരു ജാഗ്രത വേണ്ടുന്ന സമയമായിട്ട് നമ്മൾ കാണും. എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവികാസങ്ങൾ അത് അധികാര തലത്തിലാകാം, ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് തലത്തിലും ആകാം. അപ്പോൾ അധികാരത്തിലും റിലേഷൻഷിപ്പിലും സുഖകരമല്ലാത്ത ഒരവസ്ഥ, ഇല്യൂഷൻ, ഭയം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ രാഹു സൂര്യ യോഗവും സൂര്യഗ്രഹണവും കുംഭരാശിയിൽ വരുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്? അത് വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനം കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും രാഹു സൂര്യയോഗവും എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവർക്ക് ഈ സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ത്രികോണഭാവാധിപനാണ്, ഭാഗ്യഭാവാധിപനാണ്, 9ാം ഭാവാധിപനാണ്. അപ്പം ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13 അവരുടെ 3ലേക്കാണ് രാശി മാറുന്നത്. ആ മാർച്ച് 14 വരെ ആ സൂര്യൻ 3 ഉണ്ടാവും. 3 രാഹു ഉണ്ട്, 3 ബുധനുണ്ട്, 3 ശുക്രനുണ്ട്. അപ്പം ഈ ഗ്രഹങ്ങളുമായിട്ട് സൂര്യന് യോഗം വരും. അതിൽ സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗം വളരെ ശ്രദ്ധിക്കണം. കാരണം 2 ശത്രുഗ്രഹങ്ങളുടെ യോഗം 3ാം ഭാവരാശിയിൽ സൂര്യഗ്രഹണം വരികയാണ്. അപ്പം പൊതുവെ 3ലേക്ക് സൂര്യൻ വരുന്നത് നല്ലതാണ്. നമ്മളൊരു സ്ഥാനം എടുക്കുമ്പോൾ സൂര്യൻ 3 വരുന്നത് നല്ലതാണ്. പൊതുവെ അത് ഭാഗ്യഭാവാധിപനും കൂടിയാണ്. നമുക്ക് ധൈര്യം, വീര്യം, ആത്മവിശ്വാസം, അതുപോലെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, ഇവയ്ക്കൊക്കെ അനുകൂലമാണ് ആ സൂര്യൻ 3ലേക്ക് വരുന്നത്. നമുക്ക് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും നമുക്കൊരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, ഒരു പോരാട്ട വീര്യം ഉണ്ടാകും. അതുപോലെ അതിലൊക്കെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് പറയാം. 9ാം ഭാവാധിപനോട് വരുമ്പോൾ തൊഴിലിലൊക്കെ നമ്മൾ ആക്റ്റീവാകും. ബിസിനസ്, പ്രൊഫഷണൽ തലങ്ങളിലൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളൊക്കെ വേണ്ടി വരും. കരിയർ തലത്തിലൊക്കെ നമുക്ക് ഭാവി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ഒരു സമയവും കൂടി ആയിട്ട് നമുക്ക് ഇതെടുക്കാം. ദൂരയാത്രകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ നേട്ടങ്ങളുണ്ടാകും, ധനപരമായിട്ടും നേട്ടങ്ങളുണ്ടാകും. പക്ഷേ സൂര്യന് രാഹുവുമായിട്ടൊക്കെ യോഗം വരുന്നു, സൂര്യഗ്രഹണം വരുന്നു 3 എന്നുള്ളത് കൊണ്ട് നമ്മൾ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ സോഷ്യൽ സർക്കിള്, അതുപോലെ പിതാവ്, ഗുരുതുല്യര്, മെൻറ്റേഴ്സ്, ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഒരു കെയർ വേണം. ഇപ്പം സൂര്യന് രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും 3 വരുമ്പോൾ കഴിവതും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീല് നമ്മൾ നടത്തുകയാണെങ്കിൽ അതിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഈ സമയത്തുണ്ടാകാം. കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകാം.
ആ തെറ്റിദ്ധാരണ മുഖാന്തരം എന്തെങ്കിലും തർക്കങ്ങളിലേക്ക് അത് വഴിതെളിക്കാം. അതുകൊണ്ട് അവിടെ നമ്മൾ അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് പരിശോധിച്ച് പ്രതികരിക്കുക. അതാണ് ഈ ഗ്രഹണ സമയത്ത് ഈ കുറുകാർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. കാരണം 3-ാം ഭാവരാശിയിലാണ് ഗ്രഹണം വരുന്നത്. അപ്പോൾ കഴിവതും വർക്ക് പ്രഷറൊക്കെ കൂടുന്ന സമയമായിരിക്കും. അച്ചടക്കമൊക്കെ പാലിക്കാനുള്ള ഒരു മനോഭാവം ഈ സമയത്തുണ്ടാകും. കൂടുതൽ സംയമനം വേണം. അമിതമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ എഴുത്ത്, വായന, പ്രഭാഷണം ഇവകളിലൊക്കെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം, പക്ഷേ കെയർ വേണം. അപ്പോൾ പൊതുവെ നമുക്ക് എല്ലാ കാര്യവും നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്കത് ആസൂത്രണം ചെയ്ത് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ 9-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യൻ ആ ഭാവത്തിൻ്റെ 7-ലാണ് വരുന്നതുകൊണ്ട് പിതാവിനൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരാം. സൂര്യനും ബുധനും ശുക്രനും ഒക്കെ തന്നെ 9-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുധൻ്റെയൊക്കെ ദൃഷ്ടി 9-ൽ വരുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക്, ദൂരസ്ഥലത്ത് ഈ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എങ്കിലും ഗ്രഹണ സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് 17-നൊക്കെ സൂര്യഗ്രഹണമാണ്. അപ്പോൾ ആ ഗ്രഹണഭാരമൊക്കെ എല്ലാ തലത്തിലും നമ്മൾ ഒരു കെയർ വേണം. അത് പഠനത്തിലായാലും, അതുപോലെ നമ്മുടെ മുതിർന്നവരുമായിട്ടുള്ള ബന്ധത്തിലായാലും, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലായാലും ഒക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബുധനും ശുക്രനും ഒക്കെ സൂര്യനും ഒക്കെ തന്നെ 9-ാം ഭാവാധിപൻ 9-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ അവസരങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ കഴിയും. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം കൊടുക്കുന്നവർക്ക് പൊതുവേ ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ ആ 3-ലുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനത്താണ് ഗ്രഹണം വരുന്നതെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ആ 3-ൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗത്തിൻ്റെ ആ നെഗറ്റീവ് ഇഫക്റ്റുകൾ, ആ നെഗറ്റീവ് ഇഫക്റ്റ് കുറയ്ക്കുന്നതിന് ആ ഗുരുവിൻ്റെ 3-ലെ ദൃഷ്ടി സഹായകമാവും. മാത്രമല്ല ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു അവരുടെ ജന്മലഗ്ന രാശ്യാധിപനാണ്. ആ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇഫക്റ്റ്, നമ്മളിൽ നിന്ന് എന്തെങ്കിലും പാളിച്ചകൾ വന്നാലും അത് ഒരു പരിധി വരെ മാനേജ് ചെയ്യുന്നതിന് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിയും 3-ലെ ദൃഷ്ടിക്കുമൊക്കെ കഴിയും. കഴിവതും നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ക്ഷമയും അതുപോലെ മനസ്സിരുത്തിയുള്ള ഒരു പ്രവർത്തനമൊക്കെ ഈ സമയത്ത് ആവശ്യമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രമിക്കുക. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. ഇപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ്. അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13-ന് അവരുടെ 2-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ ആ സൂര്യൻ 2-ലായിരിക്കും, വാക്സ്ഥാനത്ത്. ഇപ്പം 2-ൽ രാഹുവുണ്ട്, 2-ൽ ബുധനുണ്ട്, 2-ൽ ശുക്രനുണ്ട്. ഇപ്പം 2-ലാണ് രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും വരുന്നത്. ഇപ്പം സൂര്യൻ്റെ 2-ലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ, ധനപരമായ വിഷയത്തിൽ, സംസാരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഫാമിലിയിൽ അല്പം സ്ട്രെസ് ഉണ്ടാകാവുന്ന സമയമാണ്. കഴിവതും നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് ഒഴിവാക്കണം. ഫുഡ് ഹാബിറ്റിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടുന്ന സമയമാണ്. ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ വിഷൻ സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് വരാം. 8-ാം ഭാവാധിപൻ 2-ൽ വരികയാണ്. അപ്പോൾ പൊതുവെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്നവരുമായിട്ടുള്ള തർക്കങ്ങൾ ഈ സമയത്തുണ്ടാകാം. അവിടെയൊക്കെ ശ്രദ്ധിക്കണം.
കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ ധനം ഡീല് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സിൽ നിന്ന് ചിലപ്പോൾ ധനനേട്ടം ഉണ്ടായെന്നും വരാം. അതുപോലെ തന്നെ രാഹു സൂര്യനും ആയിട്ടുള്ള യോഗം 2 വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. സംയമനം വേണം. അഗ്രസീവ് എനർജി കൂടുന്ന സമയമാണ്. 2 രാഹു 2 സൂര്യൻ. അപ്പോൾ പൊതുവെ അഗ്രസീവ് എനർജി കൂടും. അത് നമ്മൾ ഒഴിവാക്കണം. പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കണം. പിടിവാശി ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും സഡനായിട്ട് തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പൊടുന്നനെ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ സർക്കാരുമായിട്ടുള്ള ബന്ധം അത്രത്തുള്ള സ്മൂത്ത് ആകണമെന്നില്ല. കഴിവതും നമ്മൾ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ തീരുമാനിക്കുന്നു എങ്കിൽ അത് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടോ ഇൻഷുറൻസ് റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. സമ്പാദ്യത്തിൽ വളരെ കെയർ വേണം. കാരണം ധനസ്ഥാനത്താണ് ആ ഗ്രഹണം വരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഈ സമയത്ത് വന്നുവിടാം. റിലേഷൻഷിപ്പിലും ശ്രദ്ധിക്കണം. അതേസമയം ചില മേഖലകളിൽ ഇപ്പോൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി അഷ്ടമത്തിൽ വരുന്നുണ്ട്. അത് അവർക്ക് ഗുണം ചെയ്യും എന്ന് പറയാം. 8ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7ലാണ് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും ഈ സമയത്തുണ്ടാകാം. ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണം. ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കണം. പൊതുവെ ധനം മാനേജ് ചെയ്യുന്നതിൽ ഉത്തരവാദിത്വ ബോധവും അതുപോലെ കുടുംബത്തിൽ അച്ചടക്കമാർന്ന സമീപനവും വേണ്ടുന്ന സമയമാണ് ഈ രാഹു സൂര്യയോഗം 2 വരിക വഴി മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങളും ഉണ്ടാകാം. അതുപോലെ കുടുംബത്തിൽ അച്ചടക്കം കൂടെയുന്ന സമയമാണ്. എങ്കിലും 2ലൊക്കെ ഈ രാഹു സൂര്യ യോഗം ഉള്ള സമയത്ത് ആ 2ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർ. ഇപ്പം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ 7ാം ഭാവാധിപനാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13 ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ സൂര്യൻ ജന്മരാശിയിലുണ്ടാകും. അപ്പോൾ ജന്മരാശിയിൽ രാഹു ഉണ്ട്, ജന്മരാശിയിൽ ബുധനും ശുക്രനും ഒക്കെ സ്ഥിതി ചെയ്യുന്നു. ഇപ്പം ജന്മരാശിയിലാണ് രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും ജന്മരാശിയിലാണ് വരുന്നത്. അപ്പോൾ പൊതുവെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഏണിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ഈ സ്പെക്കുലേഷൻ തലത്തിൽ, ക്രിയേഷൻ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, അതുപോലെ ബിസിനസ് കരാറുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. എങ്കിലും ജന്മരാശിയിൽ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യന് അഫ്ലിക്ഷൻ വരുന്നത് കൊണ്ട്, രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും വരുന്നത് കൊണ്ട് പൊതുവെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്പം ടെൻഷൻ ഈ സമയത്തുണ്ടാകാം. പ്രത്യേകിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അമിതമായിട്ടുള്ള ചിന്ത ഈ സമയത്ത് വരാം. ഒരു ഉത്കണ്ഠ, ഒരു ഭയം ഈ സമയത്ത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ജന്മരാശിയിൽ ഗ്രഹണം വരും. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിലും ഡൗട്ട് ഉണ്ടാകുന്ന സമയമാണ്. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനും സാധ്യതയുണ്ട്.
ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു ടെൻഷൻ ഈ സമയത്തുണ്ടാകാം. ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം കഴിവതും പുതിയ തീരുമാനങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം 7ാം ഭാവാധിപനാണ് ജന്മരാശിയിൽ ഗ്രഹണത്തിന് വിധേയമാവുന്നത്. ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. അതിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. കരാറുകളിലൊക്കെ ഏർപ്പെടുന്നവർ ആ കരാർ വ്യവസ്ഥകളൊക്കെ കാര്യമായിട്ട് വായിച്ച് വിലയിരുത്തി വേണം ആ കരാറുകളിൽ ഏർപ്പെടേണ്ടത്. സൂര്യൻ ജന്മരാശിയിൽ വരുന്നത്, പൊതുവെ ജന്മരാശിയിലൊക്കെ സൂര്യൻ വരുമ്പോൾ നമ്മുടെ പദവിയിൽ നമുക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു ശ്രമം, നമുക്ക് ഒരു ന്യായബോധം, സന്മാർഗ സ്വഭാവം, ഇതൊക്കെ നമുക്കുണ്ടാകാം. കോൺഫിഡൻസ് ലെവലൊക്കെ കൂടാം, പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടാവുന്ന സമയമാണ് ജന്മരാശിയിൽ സൂര്യൻ വരുമ്പോൾ. എങ്കിലും ആ ജന്മരാശിയിൽ വരുന്ന സൂര്യന് ഗ്രഹണം വരുമ്പോൾ അഹംഭാവം കൂടുന്നതിനിടയാക്കും, തർക്കങ്ങൾക്കിടയാക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ സ്വന്തം ഇമേജൊക്കെ കെയർ ചെയ്യേണ്ടുന്ന സമയമാണ്. നമ്മുടെ വ്യക്തിത്വത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. കാരണം ജന്മരാശിയിൽ സൂര്യന് ഗ്രഹണം വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു കോട്ടം വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത്. അപ്പം നമ്മുടെ ഇമേജിന് ഒരു കോട്ടം വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകണം. ജീവിത പങ്കാളിയുമായിട്ട് വാഗ്വാദങ്ങൾ ഒഴിവാക്കണം. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ജാഗ്രത വേണം. പ്രത്യേകിച്ച് ദൈനംദിന വരുമാനത്തിൽ നമ്മളൊരു കെയർ കൊടുക്കണം. ദൈനംദിന പ്രവർത്തനങ്ങളിൽ കെയർ കൊടുക്കണം. എന്ത് തീരുമാനം എടുക്കുമ്പോഴും കഴിവതും അത് സഡനായിട്ട് എടുക്കാതിരിക്കുക. ഏത് കാര്യത്തിലും പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം. റിലേഷൻഷിപ്പ് ശക്തമാകണമെങ്കിൽ പൊതുവെ ആ ജന്മരാശിയിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഈഗോ ഒഴിവാക്കണം. പ്രത്യേകിച്ച് 7ലെ കേതുവും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് മറ്റുള്ളവരുടെ സഹകരണം അനിവാര്യമാണ് എന്നറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പം ജന്മരാശിയിൽ ഗുരുദൃഷ്ടിയൊക്കെ ഉണ്ട്. അത് ഒരു പരിധി വരെ നമ്മുടെ ഇന്നർ സ്റ്റെബിലിറ്റിക്ക് അത് സഹായകമാകും. ആന്തരിക വികാസത്തിന് അത് സഹായകമാകും. അമിത ചിന്തകൾ, അതുപോലെ സ്ട്രെസ് ഒക്കെ ഉള്ളവർക്ക് ആ ഗുരുവിൻ്റെ ആ ജന്മരാശിയിലെ ദൃഷ്ടി ഒരു പരിധിവരെ സഹായകമാണ്. അപ്പോൾ പൊതുവെ ഈ 7ലൊക്കെ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ഈഗോ പ്രശ്നങ്ങൾ വരാതെ നോക്കണം. പ്രത്യേകിച്ച് സൂര്യനും ആ ശുക്രനും ഒക്കെ 7ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മളവിടെ ശ്രദ്ധിക്കണം. 7ൽ കേതുവിൻ്റെ സാന്നിധ്യം. അപ്പോൾ പൊതുവെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് റിലേഷൻഷിപ്പിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. അതുപോലെ ധനപരമായിട്ട് ചില ഗുണാനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ റിലേഷൻഷിപ്പിലും നമ്മൾ വൈകാരിക തലത്തിലുമൊക്കെ മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് ഈ സൂര്യൻ്റെ ജന്മരാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും ഒക്കെ ജന്മരാശിയിൽ വരിക വഴി അത് ചിലപ്പോൾ അത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണെന്ന് അറിയുക. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം. മീനക്കുറുകാരെന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. അപ്പം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13-ന് 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ സൂര്യൻ 12-ലായിരിക്കും. 12-ൽ രാഹുവുണ്ട്, 12-ൽ ബുധനും ശുക്രനും സ്ഥിതിയുണ്ട്. അപ്പോൾ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും മീനക്കൂറുകാർക്ക് അവരുടെ 12ാം രാശിയിലാണ് വരുന്നത്. അപ്പോൾ പൊതുവെ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12-ൽ വരുന്നത് അത് വിപരീത രാജയോഗമാണ്. അതായത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയിൽ സഡൻ റിക്കവറിക്ക് അത് സാധ്യതയുണ്ട്. സൂര്യൻ്റെ 6ാം ഭാവാധിപനായ സൂര്യൻ 12-ൽ വരുന്നത്. പക്ഷേ നമുക്ക് ഹെൽത്ത് എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനം. 6ാം ഭാവാധിപൻ വ്യയസ്ഥാനത്ത് വരുമ്പോൾ വിപരീത രാജയോഗം കൊണ്ട് നമുക്ക് ചിലവ്, അത് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ് കൂടാനും സാധ്യതയുണ്ട്.
പ്രത്യേകിച്ച് ആ 6-ാം ഭാവാധിപന് ഗ്രഹണാവസ്ഥ വരുന്ന സമയമായതുകൊണ്ട്. അതേസമയം സർക്കാർ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും സഡൻ മാറ്റങ്ങൾ, തൊഴിലിൽ സുഖക്കുറവ്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ, ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരും. സൂര്യന് രാഹുവുമായിട്ടുള്ള യോഗം 12-ൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് 6-ാം ഭാവാധിപന് ക്ഷീണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സേവന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്കൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. ദൂരെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായെന്ന് വരാം. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കാരണം 6-ാം ഭാവാധിപന് അഫ്ലിക്ഷൻ വരികയാണ്. അപ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴും അത് കഴിവതും പ്രകോപനപരമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. പൊതുവെ ധനച്ചെലവ് കൂടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകാം. സാമ്പത്തിക സ്ഥിരത കുറയാം. പല രീതിയിലുള്ള ചിലവായിരിക്കും. കാരണം സൂര്യനുണ്ട്, രാഹുവുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്, ഈ എല്ലാം 12-ലാണ് നിൽക്കണം. അപ്പം ധനപരമായിട്ട് പൊടുന്നനെയുള്ള ചിലവ് ചിലപ്പോൾ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അവരുടെ സെർവൻസോ അല്ലെങ്കിൽ കോവർക്കേഴ്സോ ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭിന്നാഭിപ്രായങ്ങൾ, അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ അവിടെയും ഒരു ജാഗ്രത വേണം. ഇപ്പോൾ വിപരീത രാജയോഗ അവസ്ഥയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ചില രാഹു സൂര്യ യോഗം ചില നശീകരണ സ്വഭാവം ചിലപ്പോൾ ഉണ്ടാക്കാം. ഇപ്പം ചില നിയമപ്രശ്നങ്ങൾ, കേസുകൾ, കടബാധ്യതകൾ, അമിതമായ ചെലവുകൾ, അതുപോലെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ അതുകൊണ്ടുള്ള മെൻ്റൽ കോൺഫ്ലിക്ട്സ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. 6-ലേക്കൊക്കെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 6-ൽ ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 6-ൽ ശുക്രനും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമുക്ക് അത് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമമൊക്കെ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരാം. അതേസമയം 12-ലാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് ദൂരയാത്രകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരാം, അല്ലെങ്കിൽ യാത്രകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. യാത്ര കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിലവ് ഈ സമയത്ത് കൂടാം. അധിക ചിലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ചിന്ത ഈ സമയത്ത് ചിലപ്പോൾ ഈ ഗ്രഹണ സമയത്ത് ഉണ്ടായെന്ന് വരാം. ആത്മീയ കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഫോക്കസ് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നമ്മൾ ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അവയിലൊക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ ഒരു വീണ്ടും വിചാരമൊക്കെ വരുന്നത് സ്പിരിച്വൽ തലത്തിലൊക്കെ ശ്രദ്ധിച്ചു പോകുന്നവർക്ക് പൊതുവെ നമുക്ക് ഈ 12-ലെ സൂര്യഗ്രഹണത്തിൻ്റെ അവസ്ഥ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ കഴിയും. മാത്രമല്ല ആ 12-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ സ്പിരിച്വൽ തലത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമായിട്ട് ഈ ഗ്രഹണ സമയത്തെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.